ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന നമ്മുടെ അലീനയുടെ ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കിടക്കാം. അതിനുമുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുത്. അപ്പം നമുക്ക് നേരെ വിശേഷത്തിലേക്ക് തന്നെ കടന്നാലോ. അങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ ബാലചന്ദ്രയും ബാലചന്ദ്രന്റെ പെങ്ങളെയാണ് കേട്ടോ. അവർ ഹോസ്പിറ്റലിലാണ് ഉള്ളത്. അപ്പൊ ഡോക്ടർ വന്നിട്ട് നമ്മുടെ ബാലചന്ദ്രനോട് പറയാണ്, വേണമെങ്കിൽ ഇന്ന് തന്നെ ഡിസ്ചാർജ് ചെയ്യാം നമുക്ക് വൈജാനെ. അവിടെ ഹോം നേഴ്സ് ഒക്കെ സ്വന്തമായിട്ടുണ്ടല്ലോ നിങ്ങളുടെ വീട്ടില്. അപ്പോഴത്തേക്കും നമ്മുടെ ബാലചന്ദ്രൻ ഒന്നും മിണ്ടിയില്ല കേട്ടോ. എന്ത് പറയാനാണ്. അപ്പോഴത്തേക്ക് ബാലചന്ദ്രൻ ഒന്നും മിണ്ടുന്നില്ല. നമ്മുടെ ഡോക്ടർ പറഞ്ഞു, ഞാൻ പേഷ്യന്റിനെയും കൂടെ ഒന്ന് ചെന്ന് കാണട്ടെ, എന്നിട്ട് ബാക്കി വിവരങ്ങൾ പറയാന്നും പറഞ്ഞ് നേരെ നമ്മുടെ വൈജയുടെ അടുത്തേക്ക് പോവുകയാണ്. ബാലചന്ദ്രൻ ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. എന്ത് പറയാനാണ്. നമ്മുടെ വൈജ എന്താ പറയാൻ പോകുന്നതെന്ന് ബാലചന്ദ്രന് നന്നായിട്ട് അറിയാം. എന്നെ ഡിസ്ചാർജ് ചെയ്യേണ്ട എന്ന്. ഏതായാലും അവിടെ ചെന്നിട്ട് പിന്നെ നമ്മുടെ വൈജനെ പരിശോധിക്കുന്ന ഡോക്ടറിനെ ആണ് കാണിക്കുന്നത്. അങ്ങനെ ഡോക്ടർ പരിശോധിക്കുക. അപ്പോഴത്തേക്കും നമ്മുടെ ഡോക്ടർ പറഞ്ഞു, ഹസ്ബൻഡ് വന്നിട്ടുണ്ട് കൂട്ടിക്കൊണ്ട് പോകാനായിട്ട്. ഏതായാലും ഇനിയിപ്പം അധികം ദിവസം ഇവിടെ കിടക്കൊന്നും വേണ്ട, ഇന്ന് തന്നെ വേണമെങ്കിൽ ഡിസ്ചാർജ് ചെയ്തേക്കാം, വേറെ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ലല്ലോ എന്ന്. അപ്പോഴത്തേക്ക് നമ്മുടെ വൈജയ്ക്ക് അങ്ങോട്ട് പിടിക്കുന്നില്ല കേട്ടോ. ഇത് കേട്ടതും വൈജയ്ക്ക് ഒട്ടും പിടിക്കുന്നില്ല. അപ്പം ഡോക്ടർ പറയുന്നുണ്ട്, എല്ലാം ഓക്കെയാണ്, മെഡിസിൻ കണ്ടിന്യൂ ചെയ്താൽ മാത്രം മതി, ഡിസ്ചാർജ് എഴുതിയേക്കട്ടെ. ഞാൻ ചോദിച്ചത് മനസ്സിലായോ? അയ്യോ അത് ഡോക്ടറെ, എനിക്ക് ഇന്നലെ രാത്രി മുഴുവൻ പെയിൻ ആയിരുന്നു, നട്ടിലിനും കാലിനും ഒരുപോലെ കണ്ണടയ്ക്കാൻ പറ്റിയിട്ടില്ല ഡോക്ടറെ. ഏ കണ്ണടയ്ക്കാൻ പറ്റിയിട്ടില്ലെന്നോ? നല്ല പെയിൻ ആയിരുന്നു എന്നോ? അതെ ഡോക്ടറെ, എനിക്ക് ഭയങ്കര പെയിനാ. എന്നാ പിന്നെ ഒന്ന് സ്കാനിങ് ചെയ്തേക്കാം. എന്നാ പിന്നെ സ്കാനിങ് ചെയ്യണം, എനിക്ക് നല്ല പെയിൻ ഉണ്ട്. അപ്പൊ പിന്നെ ഇന്ന് ഡിസ്ചാർജ് എഴുതണ്ടല്ലോ? ഇന്ന് വേണ്ട ഡോക്ടറെ, ഇന്ന് ഡിസ്ചാർജ് എഴുതണ്ട. ഉടനെ ഡിസ്ചാർജ് ഒന്നും വേണ്ട ഡോക്ടറെ, എനിക്ക് അത്രയ്ക്ക് കോൺഫിഡൻസ് ഒന്നും തോന്നുന്നില്ല. എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ, ഉടനെ ഡിസ്ചാർജ് ചെയ്യുന്നില്ല. നിങ്ങളുടെ ഹസ്ബൻഡിനോട് ഞാൻ പറഞ്ഞോളാം. താങ്ക് യു ഡോക്ടർ, ഒരുപാട് ഒരുപാട് താങ്ക് യു ഡോക്ടർ. എന്നാ പിന്നെ റിലാക്സ് ചെയ്തോട്ടോ, ഒരു ടെൻഷനും വേണ്ട, എല്ലാം ശരിയായിക്കോളും, എല്ലാം ശരിയായിട്ട് പോയാൽ മതിയെന്ന്. എവിടെ? പ്രൈവറ്റ് ഹോസ്പിറ്റലാണ്, അവർക്ക് പോകണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ അല്ലേ, അവർക്ക് അത്രയും കൂടുതൽ രൂപയല്ലേ കിട്ടത്തുള്ളൂ. ഏതായാലും വൈജയുടെ കാര്യം തന്നെ ജയിച്ചു. വൈജ ഈ പ്രശ്നങ്ങളൊക്കെയാന്ന് പറഞ്ഞതുകൊണ്ട് നമ്മുടെ ഡോക്ടർ നേരെ ബാലചന്ദ്രനെ ചെന്ന് വീണ്ടും കാണുകയാണ്. ബാലചന്ദ്രനെ ചെന്നിട്ട് വീണ്ടും കണ്ടിട്ട് പറഞ്ഞു, അത് പിന്നെ ദേ ഇന്ന് ഡിസ്ചാർജ് ആവില്ല കേട്ടോ, കാരണം അയാൾക്ക് തീരെ വയ്യെന്നാ പറയുന്നത്, ഭയങ്കര വേദനയൊക്കെ ഉണ്ട് ശരീരത്ത്. അപ്പൊ പിന്നെ ഒന്ന് സ്കാനിങ് ഒക്കെ ചെയ്ത് ഒന്നുകൂടെ ചെക്കപ്പ് ഒക്കെ ചെയ്തിട്ട് നമുക്ക് ഒരു 2 ദിവസം കൂടെ നോക്കിയിട്ട് ഡിസ്ചാർജ് ചെയ്യാം. അപ്പൊ ഡോക്ടർ ഒന്നുകൂടെ ചോദിക്കുക, അല്ല നിങ്ങൾക്ക് ധൃതിയുണ്ടോ? ഏയ് എന്ത് ധൃതി, ഞങ്ങൾക്ക് ഒരു ധൃതിയില്ല. പേഷ്യന്റ് എപ്പം ഡിസ്ചാർജ് ചെയ്യാൻ പറയുന്നോ അപ്പം ഡിസ്ചാർജ് ചെയ്താൽ മതി. അതാണല്ലോ പേഷ്യന്റിന്റെ തൃപ്തിയാണല്ലോ നമുക്ക് വലുത്. അപ്പോഴത്തേക്കും ആണെങ്കിൽ നമ്മുടെ ബാലചന്ദ്രന്റെ പെങ്ങള് ചോദിച്ചു, അതോ ഞാൻ നിക്കണോ അതോ പോണോ? നീ ഇപ്പൊ പൊക്കോ. എന്റെ പൊന്നു ബാലേട്ട, ഇത് എവിടെ ചെന്ന് അവസാനിക്കും? എവിടെയെങ്കിലും ഒക്കെ ചെന്ന് അവസാനിക്കട്ടെ, അല്ലാതെ പിന്നെ ഞാൻ എന്ത് പറയാനാ. നീ ഏതായാലും ഇപ്പൊ പൊക്കോ, നമുക്ക് ഒരുമിച്ചിറങ്ങാം, ഞാൻ ടൗണിലേക്ക്, നീ അവളോട് പോയി പറഞ്ഞിട്ട് വാ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ബാലചന്ദ്രന്റെ പെങ്ങളെ റൂമിലേക്ക് കയറ്റി വിടുകയാണ്. എന്ത് ചെയ്യാനാണല്ലേ, ഒരാള് ഹോസ്പിറ്റലിൽ നിന്ന് മെനക്കെട്ട് നോക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് ദേഷ്യം വരുന്നൊരു കാര്യമാണ്. വയ്യാതെ തീരെ കിടക്കുന്ന ഒരാള്, അതായത് പ്രായമൊക്കെ ആയെങ്കിൽ തന്നെ നമുക്ക് നോക്കാൻ ഉള്ള ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. അപ്പൊ അതിനിടയിലാണ് ഇങ്ങനെ നമ്മുടെ വൈജ ഓരോ കുരുക്കുണ്ടാക്കി വെക്കുന്നത്. ഈ ഒരു സമയത്താണെങ്കിൽ നമ്മുടെ ബാലചന്ദ്രൻ അലീനെ വിളിച്ച് പറയുകയാണ്, അതേ മോളെ, ഇന്ന് ഡിസ്ചാർജ് ഇല്ലാട്ടോ. പിന്നെ വേറൊരു കാര്യം കൂടെ പറയാനുണ്ട്, രോഹിത് ഇന്നേ ദിവസം ഹോസ്പിറ്റലിൽ വന്നിട്ടില്ല. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ആ പോക്ക് അത്ര ശരിയല്ല എന്ന്. അതെനിക്ക് മനസ്സിലായി. ഏതായാലും അച്ഛനൊന്ന് വാച്ച് ചെയ്തേക്കണേ. ഞാൻ വാച്ച് ചെയ്തോളാം, ഏതായാലും മോളെ വെച്ചേക്ക് എന്ന് പറയാണ്. അങ്ങനെ ഫോൺ വെച്ചു. അപ്പോഴത്തേക്കും ആണെങ്കിൽ നമ്മുടെ ബാലന്റെ പെങ്ങള് വന്നപ്പോഴത്തേക്കും നമ്മുടെ ബാലചന്ദ്രൻ പറഞ്ഞു, അത് പിന്നെ ഞാനേ ഒന്ന് വൈജയനെ കണ്ടിട്ട് വരാം, ഏതായാലും കണ്ടിട്ട് വന്നേക്കാന്ന് പറഞ്ഞുകൊണ്ട് നേരെ വൈജയനെ കാണാനായിട്ട് റൂമിലേക്ക് പോവുകയാണ്. അയ്യോ, ബാലചന്ദ്രനെ കണ്ടപ്പോ വൈജയുടെ ഒരു സന്തോഷം ഉണ്ടല്ലോ, ഒരു പുച്ഛ മനോഭാവം ഉണ്ടല്ലോ. താൻ എന്തോ നേടിയെടുത്തു എന്ന് പറഞ്ഞാണ് വൈജ ആ കട്ടിലേക്ക് കിടക്കുന്നത്. അങ്ങനെ ബാലചന്ദ്രൻ അടുത്ത് ചെന്ന് ആ കസേരയിൽ അങ്ങി ഇരിക്കുകയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ വൈജ വെറും പുച്ഛത്തോടു കൂടി ഇങ്ങനെ നോക്കിയപ്പോഴത്തേക്കും, എന്താണോ തനിക്കൊരു പുച്ഛം? പുച്ഛമോ? ആർക്ക് പുച്ഛം? എനിക്കാരോടും പുച്ഛിക്കേണ്ട ഒരു കാര്യമില്ലല്ലോ. കൊള്ളാം, അസലായി. ഇവിടെ തന്നെ തുടരാനുള്ള തന്റെ തീരുമാനം എന്തുകൊണ്ടും നന്നായിട്ടുണ്ട്. അതിന്റെ പുച്ഛമാണി മുഖത്തെന്ന് എനിക്കറിയാം.
താൻ എന്താണോ വിചാരിച്ചത്? എന്നെ ഈസി ആയിട്ട് കടപ്പാട്ടൂരോട്ട് കടത്തിക്കൊണ്ട് പോകാന്ന് ഓർത്തോ? കൈയും കാലും കൊണ്ടല്ല വൈജയന്തി തീരുമാനം എടുക്കുന്നത്, തല കൊണ്ട്. അതിന് കേടൊന്നും ഇതുവരെ വന്നിട്ടില്ല. നല്ല ഒന്നാം തരം തല. അല്ല, ചത്തു കഴിയുമ്പോ മെഡിക്കൽ കോളേജിന് കൊടുത്തേക്കാം, നമുക്ക് മെഡിക്കൽ സ്റ്റുഡൻസിന് പഠിക്കാനായിട്ട്. ഭയങ്കര ബുദ്ധിയല്ലേ. നിങ്ങളെ പോലെ അല്പബുദ്ധി അല്ല മനുഷ്യ. നെടുമ്പുരയ്ക്കല്ലേ, ചെറ്റക്കുടിലല്ല വൈജയന്തി ജനിച്ചത് കൈതക്കല. ദേ, വല്ലവന്റെയും ആജ്ഞ കാതോർത്തു നിൽക്കുന്നവനായിരുന്നില്ലേ എന്റെ അച്ഛൻ. നല്ല ഒന്നാം തരം മാളിക വീട്, അറിയാലോ, കൈതക്കൽ മാളിക വീട്ടിലായിരുന്നു വൈജയന്തിയുടെ ജനനം. നാട് വാഴുന്ന തമ്പുരാക്കന്മാരായിരുന്നു പണ്ട് കൊല്ലപ്പള്ളി കൈതക്കൽ മാളിക വീട്ടുകാര്. രാജാവിനെ പോലെയാ എന്റെ അച്ഛൻ കുഞ്ഞിരാമ മേനോൻ ആയ കാലം മുഴുവനും ജീവിച്ചിരുന്നത്. അതൊക്കെ ഞാൻ പ്രത്യേകിച്ച് പറയണോ? ഓ, അടിയൻ, ദൈവമേ, അടിയനെ പുറത്തോണേ. വൈജയന്തി എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം നിങ്ങൾക്ക് അറിയാമോ? ഈ കളിയാക്കൽ മാത്രമല്ലേ നിങ്ങൾക്ക് അറിയത്തുള്ളൂ. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ വീട്ടിൽ ചെന്ന് ശബ്ദ ധാരാവലി ഒന്ന് എടുത്തു നോക്ക്. ഓ, അതിനെനിക്ക് ശബ്ദ ധാരാവലി ഒന്നും എടുത്തു നോക്കേണ്ട കാര്യമില്ല. നിന്റെ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട് അതിന്റെ അർത്ഥം. എലിയെ തോൽപ്പിക്കാനില്ലം ചുടുന്നവൾ. വേണമെങ്കിൽ പര്യായ പദവും കൂടി ഞാൻ പറഞ്ഞു തരാം. സ്വാർത്ഥതയുടെ അവതാരം, കാപഠ്യത്തിന്റെ പ്രതിച്ഛായ, എല്ലാം കൂടെ ചേർത്തിട്ട് ഒരു സർവനാമം കൂടെ പറഞ്ഞേക്കാം. പറയട്ടെ? ഖുല്ലഠ മതിയോ എന്നും പറഞ്ഞിട്ട് നമ്മുടെ ബാലചന്ദ്ര റൂമിനകത്ത് ദേഷ്യം വന്ന് ഇറങ്ങി പോവുകയാണ് കേട്ടോ. ഈ ഒരു സമയം നമ്മുടെ വൈജ കേട്ടിട്ട് അന്തം വിട്ട് ഇങ്ങനെ കിടക്കുന്നതല്ലാതെ വേറൊന്നും വൈജയ്ക്ക് ചെയ്യാൻ പറ്റുന്നില്ല. വല്ല കാര്യം ഉണ്ടായിരുന്നു? ചോദിച്ച് മേടിച്ചല്ലേ ഇതൊക്കെ മേടിക്കേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നു നമ്മുടെ വൈജയ്ക്ക്. ഏതായാലും ഈ സമയത്ത് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹരി ആ പെങ്കൊച്ചിനെയും കൊണ്ട് ഇങ്ങനെ പോവുകയാണ്. ഏതായാലും ആ പെങ്കൊച്ചിന് പരിസരമൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് യാതൊരു എത്തുപിടിയും കിട്ടുന്നില്ല. ഒരു കാട് മൊത്തം ചുറ്റും ഇങ്ങനെ കാടും എന്തോ തോട്ടങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ അകപ്പെട്ട് കിടക്കുന്ന ഒരു സ്ഥലമേ. അങ്ങനെ നമ്മുടെ ശരണി ചുറ്റും ഇങ്ങനെ നോക്കുകയാണ്. ചുറ്റും ഇങ്ങനെ നോക്കിയിട്ട്, അല്ല ഹരി, ഇതെങ്ങോട്ടാ പോകുന്നത്? അല്ല, ഈ വീട് എവിടെയാ? അല്ല, എനിക്ക് മനസ്സിലാവുന്നില്ല. അത് പിന്നെ ഈ വീടേ ഒരു വലിയൊരു കാട്ടിനകത്താന്ന് വേണമെങ്കിൽ പറയാം. ഇതൊക്കെ അവന്റെ പ്രോപ്പർട്ടിയാന്നേ, വലിയ കോടീശ്വരനാ. ഇത് പിന്നെ കാടല്ലാട്ടോ, കാട് പോലെ തോന്നിക്കുന്ന റബ്ബർ തോട്ടം. പക്ഷേ വലിയ കോടീശ്വരൻ എന്തിനാ ഇങ്ങനെ ഉള്ള സ്ഥലമൊക്കെ മേടിച്ച് ഇവിടെ വന്ന് താമസിക്കുന്നത്? ഒരു നല്ല റോഡ് പോലും ഇല്ലല്ലോ എന്റെ പൊന്ന് ഹരി. ഇത് അവരുടെ പ്രോപ്പർട്ടി അല്ലേ. നമ്മുടെ കല്യാണം കഴിയുമ്പോ നമ്മള് എന്റെ വീട്ടിലല്ലേ താമസിക്കുന്നത്. ആ വീട് നിനക്ക് ഇഷ്ടപ്പെട്ടോ? അയ്യോ, അത് വലിയ ബംഗ്ലാവല്ലേ, അത് മുഴുവനും ഹരിയേട്ടന് ഇപ്പൊ കിട്ടുവോ? അത് മുഴുവനും ഹരിയേട്ടന് കിട്ടില്ല. അതിന്റെ പകുതി മനുവേട്ടൻ കട്ടെടുത്തോണ്ട് പോകും. എന്റെ പൊന്നു പെങ്കൊച്ച, നീ എന്തായി പറയുന്നത്? ഞാൻ ആ വീട്ടിലെ ഇലയെ സന്ധി നിനക്ക് അറിയില്ലേ? അല്ല, അത്രയും വലിയ വീട് നമുക്ക് എന്തിനാണെന്ന് ചോദിച്ചിട്ട് ഓർത്തിട്ട് പറഞ്ഞതാ. ഞാൻ ആ ഇളയ മോൻ പറഞ്ഞല്ലോ, ഇളയ ആമക്കൾക്കാണ് എവിടെയും തറവാടിന്റെ അവകാശം. അപ്പം ഞാൻ ആ വീട് മുഴുവനും നോക്കേണ്ടി വരുമോ ഹരി? പിന്നല്ലാതെ, നീ അല്ലാതെ വേറെ ആരാ നോക്കുന്നത്? ഇപ്പം എന്റെ അമ്മ നോക്കുന്നില്ലേ? അയ്യോ, ആ വീട് മുഴുവൻ നോക്കുക എന്നൊക്കെ പറഞ്ഞാല് അല്ല, എന്നായിരിക്കും നമ്മുടെ കല്യാണം? എന്റെ പഠിപ്പ് ഈ വർഷം കഴിയും. ഉടനെ ജോലിക്ക് കയറണ പഠിപ്പ് കഴിഞ്ഞ് 2 വർഷത്തിനകം എന്തായാലും കല്യാണം നടത്തണം, അത് ഉറപ്പാ. അയ്യോ, അപ്പൊ എന്റെ പഠിപ്പോ ഹരി? നീ കല്യാണം കഴിഞ്ഞ് പഠിച്ചാ മതി, അപ്പൊ കുഴപ്പമില്ലല്ലോ. കല്യാണം കഴിഞ്ഞ് പഠിക്കാനോ? അതൊക്കെ ശരിയാവോ? അതൊക്കെ ശരിയാവൂന്നേ, കല്യാണം കഴിഞ്ഞ് പഠിക്കാന്നേ. അപ്പോഴത്തേക്ക് വീണ്ടും നമ്മുടെ ഈ ഒരു ശരണ്യെ ചുറ്റുപാട് നോക്കുകയാണ് കേട്ടോ. മൊത്തം റബ്ബർ തോട്ടമാണ് കേട്ടോ. ഭയങ്കര വലിയ കാട്, അതിനകത്ത് കാടല്ല, കാട് പോലെ തോന്നിക്കുന്ന റബ്ബർ തോട്ടം. ഏതായാലും ഈ സമയത്ത് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടല്ലേ, നമ്മുടെ ഹരിയുടെ ഫ്രണ്ട്സ് ആണ്. ഹരിയുടെ ഫ്രണ്ട്സ് നേരെ ഹരിനെ വിളിക്കുന്ന ഒരു സീനാണ് കേട്ടോ. അങ്ങനെ ഹരി ഫോൺ എടുക്കുക വിളിക്കുമ്പോ. എടാ, നീ എവിടെയാടാ? എത്ര നേരമായടാ നീ വരാന്ന് പറഞ്ഞിട്ട്? അത് പിന്നെ ഞാൻ പോരുന്ന വഴിക്ക് ബേക്കറിയിൽ ഇറങ്ങേണ്ടി വന്നു. ഞങ്ങൾ വന്നിട്ട് 1 അവർ കഴിഞ്ഞു. രോഹി വന്നിട്ടുണ്ട്, ഇപ്പൊ എത്തിയതേ ഉള്ളൂ. അപ്പോഴത്തേക്കും അവിടെ മൊത്തം ഉണ്ടല്ലോ, ആ ഒരു വീട് മൊത്തം ഒരു ഹോം തിയേറ്റർ ഒക്കെ വെച്ചിട്ട് ഭയങ്കര പാട്ടൊക്കെ ഇങ്ങനെ വെച്ചേക്കാണ് കേട്ടോ. കുറെ ബിയർ കുപ്പിയൊക്കെ ഉണ്ട്. എന്നിട്ട് ആ കൂട്ടുകാരൻ പറഞ്ഞു, ഫംഗ്ഷൻ വേണേ തുടങ്ങിയേക്കാം, പെട്ടെന്ന് ഇങ്ങോട്ട് വന്നേ. ഞാൻ വന്നിട്ടേ കേക്ക് കട്ട് ചെയ്യാവുള്ളൂ കേട്ടോ. അതേന്നേ, നീ വന്നിട്ടേ കേക്ക് കട്ട് ചെയ്യുന്നുള്ളൂ. ഫുഡൊക്കെ റെഡി ആണോടാവേ? ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ട്. ബാക്കി എല്ലാ കാര്യങ്ങളും റെഡി ആയിട്ടുണ്ടോ? ബാക്കി എല്ലാ കാര്യങ്ങളും ഇവിടെ റെഡിയാ. അല്ല, ഞാൻ വന്നു കഴിയുമ്പോ ബാക്കി എന്തെങ്കിലും കാണുമോ? എല്ലാ ഐറ്റവും ഉണ്ടടാ. ചിക്കൻ, മട്ടൻ, ബീഫ്, ഫിഷ്, ഫ്രൈഡ് റൈസ്, പൊറോട്ട, ബിരിയാണി, എന്താ നിനക്ക് വേണ്ടത്?
അതൊക്കെ ഉണ്ടല്ലേ, എന്നാ പിന്നെ എന്താ വേണ്ടത്? എന്നാ പിന്നെ ഞാനിപ്പോ എത്തുക എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ ഹരി കട്ട് ചെയ്തു കേട്ടോ. അപ്പോഴത്തേക്കും ആ കൂട്ടുകാരന്മാരെ കാണിക്കുക. കൂട്ടുകാരന്മാരിൽ ഒരാൾ പറയുക, അല്ല അവര് വരുന്നുണ്ടോ എന്നിങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും അവരിപ്പൊ എത്തുന്നാ പറഞ്ഞത്, രണ്ടുപേരും അവിടുന്ന് പോന്നിട്ടുണ്ട്. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മുടെ രോഹിത് ചോദിച്ചു, ഇത് എന്തുവാടാ ഇവിടെ കല്യാണം നടത്തുന്നുണ്ടോ? ദേ ഇവിടെ കല്യാണം നടത്തുന്നുണ്ട്, ഇന്ന് ശരണ്യയുടെ കല്യാണം. നമ്മള് 4 പേരും കൂടിയാ ഇന്ന് ശരണ്യനെ കെട്ടാൻ പോകുന്നത്. അയ്യോ എനിക്കിത് ആകെ മൊത്തത്തിൽ കണ്ടിട്ട് പേടിയാവുള്ളോ. എന്നാ പിന്നെ നിന്നെ കൊണ്ട് ആദ്യം കെട്ടിക്കാം. വേണ്ട വേണ്ട വേണ്ട. ദേ ഈ ഫുഡൊക്കെ ആരാ കൊണ്ടുവന്നത്? ഇതൊക്കെ എന്റെ വകയാ ഈ ഫുഡെല്ലാം. ഇതെല്ലാം കൂടി എടുത്ത് അപ്പുറത്തെ ഡൈനിങ് ടേബിളിൽ വെക്ക്, അതാ നല്ലത്. അതെ, ഓരോരുത്തർക്ക് വിശപ്പും ദാഹവും വരുന്ന അനുസരിച്ചെടുത്ത് കഴിക്കാലോ. അതുകൊണ്ട് ഇത് നേരെ ഡൈനിങ് ടേബിളിലേക്ക് കൊണ്ടുവയ്ക്കാൻ പറയുക. ഏതായാലും ഈ ഒരു സമയത്ത് ഓടടിച്ച് കാറ് വരികയാണ്. വേറെ ആരുമല്ല വരുന്നത്, നമ്മുടെ ഹരി തന്നെയാണ്. ഹരി ആ പെങ്കൊച്ചിനെ കൊണ്ട് നേരെ എത്തുകയാണ് കേട്ടോ ആ സ്ഥലത്തേക്ക്, ആ വീട്ടിലേക്ക്. അവക്കാണെ ആകെപ്പാടെ ഒരു പേടിയുണ്ട്, കാരണം അതുപോലെ ഒരു വലിയൊരു ബംഗ്ലാവ് തന്നെയാണ്. അപ്പം അങ്ങോട്ടേക്ക് വന്നപ്പോഴത്തേക്ക് നമ്മുടെ ഹരി പറഞ്ഞു, ദേ കണ്ടോ, ഇത് വലിയ ബംഗ്ലാവല്ലേ? ഏ ഇതാണോ വലിയ കോടീശ്വരന്റെ വീടാന്ന് പറഞ്ഞത്? ആ അതെ. അല്ല നിന്റെ നോട്ടത്തിൽ ഇത് പോരെ കോടീശ്വരന്? അല്ല ഞാൻ വിചാരിച്ചത് വലിയ ഇതിനേക്കാൾ വലിയ ബംഗ്ലാവാവുന്ന, ഇതൊരു ചെറിയ ബംഗ്ലാവല്ലേ? ആ ഇതും ഒരു വലിയ ബംഗ്ലാവൊക്കെ തന്നെയാ. വേണമെങ്കിലേ നീ ഇതൊരു കവിള് കുടിക്ക്. അയ്യേ ഇതിന്റെ കോളയല്ലേ, ഇതൊന്നും എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമല്ല. വെള്ളമുണ്ടോ, മിനറൽ വാട്ടർ? ആ ഉണ്ടല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ആ വെള്ളക്കുപ്പി അങ്ങ് തുറന്നു കൊടുക്കാണ് കേട്ടോ. അതിലും സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെ ചേർത്ത് വെച്ചിട്ടുണ്ട് സാധനം. അത് നമ്മുടെ ശരണ്യ മേടിച്ചു കുടിക്കുക. അതിനകത്തും മയക്കുപൊടി എന്തോ ഇട്ട് വെച്ചേക്കാണല്ലോ. പാവാ കൊച്ചറിയുന്നുമില്ല കേട്ടോ. ഈ സമയത്ത് വെള്ളമൊക്കെ കുടിച്ചിട്ട് നമ്മുടെ ശരണ്യ പറയാ, അതെ എന്നോട് എന്റെ ടീച്ചർ പറഞ്ഞിട്ടുണ്ട് സ്ട്രേഞ്ചേഴ്സിന്റെ വീട്ടിൽ നിന്നൊന്നും ആഹാരം കഴിക്കരുതെന്ന്. ഷോ ഇടി, ഞാൻ നിനക്ക് അന്യാനോടി, നിന്റെ ചെക്കനല്ലേ ഞാന്. അതുപോലെ തന്നെ ഈ വിശ്വാസമൊക്കെ വേണം കേട്ടോ. എല്ലാവരെയും നമ്മൾ അങ്ങനെ വിശ്വസിക്കാതിരിക്കരുത്. വിശ്വാസം അതല്ലേ എല്ലാം എന്ന്. ഈ ഒരു സമയത്ത് വീണ്ടും നമ്മുടെ ഹരിനെയും കൂട്ടുകാരെയും കാണിക്കും അകത്ത്. അപ്പം ഹരിയും കൂട്ടുകാരും പ്ലാൻ ചെയ്യാണ്. ആദ്യം ഒരാള് ഇറങ്ങിച്ചെല്ലണം. ദേ നീ ഒരു കാര്യം ചെയ്യ, ആദ്യം രോഹിത് ഇറങ്ങിച്ചെല്ല്. അയ്യോ വേണ്ട വേണ്ട, ഞാൻ ഇറങ്ങി പോകത്തില്ല എന്ന് രോഹിത്. അപ്പോഴത്തേക്കും വേറൊരു കൂട്ടുകാരൻ പറഞ്ഞു, എന്തിനാടാ പേടിക്കുന്നത്, ധൈര്യമായിട്ട് ഇറങ്ങിച്ചല്ലേ. അല്ല വേണ്ട ഞാൻ പോകാന്ന് പറഞ്ഞിട്ട് ആ മുടി വളർത്തിയ കൂട്ടുകാരൻ അങ്ങ് ഇറങ്ങി പോവാണ് കേട്ടോ. ആകെപ്പാടെ നമ്മുടെ രോഹിത്തിന് ഒരു വെപ്രാളവും പരവേശവും ഒക്കെ, ആകെപ്പാടെ വിളറി വെളുത്തു നിൽക്കുന്ന ഒരു അവസ്ഥ. രോഹിത്തിന് ഒന്നും മനസ്സിലാവുന്നില്ല, രോഹിത്തിന് ഇതൊന്നും അങ്ങോട്ട് അഡ്ജസ്റ്റബിൾ ആവുന്നില്ല. ഏതായാലും ഈ സമയത്ത് അകത്തു നിന്ന് ഒരു കൂട്ടുകാരൻ പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ശരണ്യ വീണ്ടും ചുറ്റുപാടൊക്കെ നോക്കുക. അപ്പോഴത്തേക്ക് നമ്മുടെ ശരണ്യ പറഞ്ഞു, ഇവിടെ ഫംഗ്ഷൻ നടക്കുന്നതിന്റെ അലങ്കാരം ഒന്നും കാണുന്നില്ലല്ലോ ഹരി. അതൊക്കെ രാത്രിയാ, ലൈറ്റ് രാത്രിയാ ഫിറ്റ് ചെയ്യത്തുള്ളൂ. അല്ല ഒരു പന്തൽ പോലും ഇല്ലല്ലോ ഹരി ഏട്ടാ, വലിയവരാന്നൊക്കെ പറഞ്ഞിട്ട്. ബർത്ത്ഡേ വീടിനകത്തല്ലേ, പിന്നെ എന്തിനാ പുറമെ ഒരു പന്തലൊക്കെ? അതിന്റെ ആവശ്യമുണ്ടോ? ഈ ഒരു സമയത്താണ് നമ്മുടെ ആ ഒരു ഹരിയുടെ കൂട്ടുകാരൻ മുടിയൻ വന്ന് വാതിലൊക്കെ തുറക്കുന്നത്. ഹായ് വെച്ചോണ്ടൊക്കെ വരുവാണ് കേട്ടോ. അവനെ കാണുമ്പോ തന്നെ അവനെ എടുത്ത് നമുക്ക് തോട്ടിൽ എറിയാൻ തോന്നും കേട്ടോ. അപ്പൊ തന്നെ ശരണ്യയുടെ മുഖത്തിന്റെ ഒരു ഭാവമൊക്കെ മാറുന്നുണ്ട്. അപ്പോഴത്തേക്കും ആ കൂട്ടുകാരൻ വന്നിട്ട്, ഹരി ഇറങ്ങി വാടാ, നിന്നെ വെയിറ്റ് ചെയ്തിരിക്കുക, വന്ന് കേക്ക് കട്ട് ചെയ്യണ്ടേ? ഞങ്ങള് വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നോ? അതേന്നേ, ഇറങ്ങി വാടാന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. നമ്മുടെ ശരണ്യ ഇറങ്ങി ചെല്ലുകയാണ്, ഹരി ഇറങ്ങി ചെല്ലുകയാണ് കേട്ടോ. എന്റെ പൊന്നോ പറയാനുണ്ടോ, നമ്മുടെ ശരണ്യക്ക് ഇച്ചിരി പേടിയും വിറയും ഒക്കെ ഉണ്ട് കേട്ടോ. കാരണം ആദ്യം വന്നതേ കണ്ടത് ആ മുടിയനെയാ. അവനെ കണ്ടാൽ തന്നെ അറിയാം ആരപ്പിരി ലൂസാണ്, ലെവലേശം വെളിവില്ല, ഏതോ കഞ്ചാവും അടിച്ച് ഇങ്ങനെ പുകഞ്ഞു നടക്കുന്ന ഒരുത്തനാന്ന്. ഈ സമയത്ത് പിന്നെ കാണിക്കുന്ന നമ്മുടെ രോഹിത് ആണെങ്കിൽ ഭയങ്കരമായിട്ട് ബിയർ കുടിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും ഒരു കൂട്ടുകാരൻ വന്നിട്ട്, എന്തിനാടാ ഇങ്ങനെ കുടിക്കുന്നത്? ടെൻഷൻ അവനെയും കൂട്ടിക്കൊണ്ട് ഹരി, അവളെയും കൂട്ടിക്കൊണ്ട് ഹരി വന്നല്ലോ എന്ന് ഓർക്കുമ്പോ നീ സന്തോഷിക്കല്ലേടാ ചെയ്യേണ്ടത് ഈ സമയത്ത്? എന്ത് സന്തോഷം? എനിക്കൊരു സന്തോഷം തോന്നുന്നില്ല. എടാ ഒരു സുന്ദരി പെണ്ണ്, ബ്യൂട്ടി എന്ന് വെച്ച ബ്യൂട്ടി, നല്ല ബ്യൂട്ടി, ഞാൻ അതിനെ കണ്ടിട്ടുണ്ട്, എനിക്കറിയാം അവൾ ഏതാണ് എന്താണെന്നൊക്കെ. അപ്പോഴത്തേക്കും നമ്മുടെ ശരണ്യനെ വീണ്ടും എടുത്ത് കാണിക്കുക. ശരണ്യാണ് വീണ്ടും ഇങ്ങനെ ചുറ്റും നോക്കുന്നുണ്ട് കേട്ടോ. എടുത്തെടുത്ത് ശരണ്യനെ ഇങ്ങനെ സൂം ചെയ്ത് കാണിക്കുകയാണെ. ഇതേ സമയത്ത് തന്നെ നമ്മുടെ രോഹിത്തിന്റെ കൂടെ നിൽക്കുന്നവനെയും കാണിക്കുക. രോഹിത്തിന്റെ കൂടെ നിൽക്കുന്നവനാണെങ്കിൽ ഇതേ അവന് അകത്തേക്ക് കയറി അവളെയും കൂട്ടി ഇതേ വന്നു. ഇനിയിപ്പം അവള് നമ്മളുടെ അല്ലടാ, നമുക്ക് വേണ്ടി അല്ലടാ ഹരി അവളെ കൊണ്ടുവന്നത്, നമുക്കിന്ന് ആഘോഷിക്കണ്ടേടാ. എല്ലാം ഓക്കെയാടാ അളിയ, എല്ലാം ഓക്കെയാ.
ദേ നമുക്ക് ഇനി ഇപ്പൊ വെയിറ്റ് ചെയ്ത് നിന്നാ മാത്രം മതി ഇവിടെ നമുക്കൊരു പൂരപ്പറമ്പാക്കാം എന്നൊക്കെ. ഈ സമയത്താണെങ്കിൽ ഹരീനെ ശരണ്യനെയും അകത്തേക്ക് കയറ്റുക കൂട്ടുകാരൻ. കേറി വാടാ അവിടെ നിൽക്കാതെ, അല്ല നിന്റെ പെണ്ണിനെ കൂട്ടിക്കോടാ എന്നൊക്കെ പറയാ. അപ്പം ഹരി ബാ കേറി ബാ എന്ന് പറഞ്ഞ് ശരണ്യനെ വിളിച്ച് അകത്തേക്ക് കയറ്റുക. ഈ സമയത്താണെങ്കിൽ നമ്മുടെ രോഹിത് ടെൻഷൻ കൂടി വീണ്ടും ബിയർ എടുത്ത് കമത്തുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ശരണ്യ ഹരി അവിടെ ഇരുന്നു. ശരണ്യ പറഞ്ഞു, അതെ എനിക്ക് തൊണ്ട വല്ലാണ്ട് വരണ്ട് ഇങ്ങനെ ഉണങ്ങുന്ന പോലെ തോന്നുന്നു ഹരിയേട്ടാ. അല്ല നിനക്ക് വെള്ളം വേണോ? വെള്ളം വേണം, കുടിക്കാൻ നന്നായിട്ട് ദാഹിക്കുന്നുണ്ട്. എന്നാ പിന്നെ നീ ഇവിടെ ഇരിക്കെ, ഞാൻ പോയി വെള്ളം എടുത്തോണ്ട് വരാന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഹരി വെള്ളം എടുക്കാനായിട്ട് പോവാട്ടോ. ഈ ഒരു സമയത്ത് ചെറിയൊരു മയക്കം വന്നു തുടങ്ങിയിട്ടോ നമ്മുടെ ശരണ്യക്ക്. കണ്ണൊക്കെ അടഞ്ഞു പോകുന്ന പോലെ ശരണ്യക്ക് തോന്നുക. കാരണം ശരണ്യ ആ ഒരു വെള്ളം കുടിച്ചായിരുന്നല്ലോ വണ്ടിക്കകത്ത് വെച്ച. ആ വെള്ളത്തിനകത്ത് എന്തോ കലക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ശരണ്യ ഇങ്ങനെ ഏറ്റിട്ട് ഇങ്ങനെ ചുറ്റും ഇങ്ങനെ നോക്കുകയാണ്. മയങ്ങിയാ നോക്കുന്നത്. ഈ ഒരു സമയത്താണ് പുറകുവശത്ത് നിന്ന് കൂട്ടുകാരന്മാരെല്ലാരും കൂടെ നോക്കുന്നുണ്ട് ശരണ്യനെ. കൂടെ നമ്മുടെ രോഹിത്തും ഉണ്ട് കേട്ടോ. രോഹിത്തിനാണെങ്കിൽ വീണ്ടും രോഹിത്തിനെ നമ്മളെ സൂം ചെയ്ത് കാണിക്കുന്നുണ്ട്. രോഹിത്തിനാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. രോഹിത്തിന് വല്ലാത്തൊരു അവസ്ഥ തോന്നുവാണ്. പക്ഷെ ബാക്കി രണ്ട് കൂട്ടുകാരന്മാരും വളരെ ക്രൂരമായിട്ട് ആ പെങ്കൊച്ചിനെ നോക്കുന്നത്. ഈ സമയത്ത് നമ്മുടെ ഹരി വന്നിട്ട് എന്താ നിനക്ക് പറ്റിയത്? ദേ നീ ഇവിടെ ഇരുന്നേ. അത് പിന്നെ ഹരി എനിക്ക് വയ്യ ഹരി, എനിക്ക് എന്തോ ഒരു അസ്വസ്ഥത തോന്നുക. അപ്പോഴത്തേക്ക് നമ്മുടെ ഹരി കുറച്ച് വെള്ളം കൊടുത്തു. ആ വെള്ളവും കൂടെ ഈ പെങ്കൊച്ച് പടപടാന്ന് കുടിക്കുന്നുണ്ട്. ആ വെള്ളത്തിനകത്ത് എന്തൊക്കെ ചേർത്തിട്ടുണ്ടെന്ന് ദൈവം തമ്പുരാൻ അറിയാം. ഈ ഒരു സമയത്ത് നമ്മുടെ ഹരി വാതിൽ ക്ലോസ് ചെയ്യുക. അങ്ങനെ നമ്മുടെ ശരണ്യ പറഞ്ഞു, എനിക്ക് ഒട്ടും പറ്റില്ല ഹരി, നീ എങ്ങും പോവല്ലോട്ടോ, എന്റെ അടുത്ത് ഇരിക്കണേ. ഞാൻ നിന്റെ അടുത്ത് ഇരിക്കാന്നേ എന്ന് പറഞ്ഞു. അയ്യോ വല്ലാത്തൊരു മയക്കം തോന്നുക, ഉറക്കം വരുക, എന്തെന്നറിയത്തില്ല, കണ്ണ് അടഞ്ഞു പോകുന്നു. ആരെയും കാണുന്നില്ലല്ലോ ഹരി, എല്ലാവരും മുകളിലുണ്ട്, ഇപ്പൊ വരുന്നേ, നീ പേടിക്കാതെ. ഈ സമയത്താണ് കൂട്ടുകാരന്മാർക്ക് ഭയങ്കര സന്തോഷം. കൂട്ടുകാരന്മാര് ആഗ്രഹിച്ചതുപോലെ കാര്യങ്ങളൊക്കെ നടന്നല്ലോ. ഒരു ഇളുന്ത് പെണ്ണിനെ കൈ കിട്ടാൻ പോവുമല്ലേ. ഈ സമയത്ത് നമ്മുടെ ഹരി പറഞ്ഞു, തല ചുറ്റുന്നുണ്ടെങ്കിൽ എണീറ്റ് വാ, റൂമിൽ പോയി കുറച്ചു നേരം റിലാക്സ് ചെയ്യാം. അയ്യോ വേണ്ട, റൂമിലേക്കൊന്നും ഞാൻ വരുന്നില്ല, ഇവിടെ ഇരുന്നാ മതി, ഇവിടെ ഇരുന്ന് റിലാക്സ് ചെയ്താൽ മതി. ഇവിടെ ഇരുന്നാൽ എങ്ങനെയാ ശരിയാവുന്നത്? ഒരു 5 മിനിറ്റ് കിടക്ക്, ക്ഷീണം മാറുന്നേ, അതല്ല ചെയ്യേണ്ടത്, ബാ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് കേട്ടോ. ഏതായാലും ആ പെങ്കൊച്ചിനെ തോളില് ഇട്ടുകൊണ്ട് നമ്മുടെ ഹരി നേരെ റൂമിലേക്ക് പോവുക. ഹരി റൂമിലേക്ക് പോയ പുറകെ തന്നെ അവന്മാരും പോകുന്നുണ്ട്. അപ്പൊ അതിനു മുമ്പായിട്ട് തന്നെ നമ്മുടെ ഹരി ആ പെങ്കൊച്ചിനെ അവിടെ കിടത്തിയിട്ട് എന്തൊക്കെയാ കാണിച്ചു കൂട്ടുന്നത് ദൈവം തമ്പുരാൻ അറിയാല്ലേ. ഏതായാലും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. ഇനി ആ പെങ്കൊച്ചിന്റെ ഗതി അതോ ഗതി എന്ന് കൂട്ടിക്കൊണ്ടാൽ മാത്രം മതി. ഈ കഴുകന്മാരുടെ കയ്യിൽ പെട്ടുകഴിഞ്ഞാൽ കൊത്തിപ്പറിക്കാതെ ഇരിക്കുമോ? മനഃപൂർവ്വം വിളിച്ചു വരുത്തിയതല്ലേ, മനസ്സാക്ഷി ഇല്ലാത്ത ദുഷ്ടൻ ഹരീനെ. നിങ്ങളൊക്കെ കമന്റിലൂടെ പറയുന്നുണ്ട്, അയ്യോ ഹരി ഉള്ളപ്പോ നമുക്ക് വീഡിയോയെ കാണാൻ തോന്നുന്നില്ല എന്ന്. എന്ത് ചെയ്യാനാ, പക്ഷെ ഹരി നന്നായിട്ട് അഭിനയിക്കുന്നുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. കാരണം അഭിനയിക്കുന്നത് കൊണ്ടാണല്ലോ നമുക്ക് ഹരിയോട് കുറച്ച് ദേഷ്യമൊക്കെ വരുന്നത്. കാരണം ആ ക്യാരക്ടർ നന്നായിട്ട് അഭിനയിക്കുന്നുണ്ട് ഹരിയെ. ഏതായാലും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം എന്തൊക്കെ സംഭവിക്കാൻ പോകുന്നത്. എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷമായിട്ട് പെട്ടെന്ന് കാണാം. ടാറ്റാ ബൈ ബൈ. ലൈക്ക് അടിക്കാൻ മറക്കരുതേ.